കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഇതേ കണക്കുണ്ടെങ്കിൽ ജെന്ന ഒരു വീഡിയോ ഇട്ടിരുന്നത്. താനുണ്ടെങ്കിൽ ജോർദാനിൽ ഇതേ കണക്ക് ടൂർ പോയ സമയത്തുണ്ടെങ്കിൽ ഒരുത്തൻ കയറി പിടിക്കുകയും ആ സമയത്തുണ്ടെങ്കിൽ അതിനൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അവിടെ ഉണ്ടെങ്കിൽ ആൾക്കാരെ ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും ഇല്ലായിരുന്നു. അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യുമായിരുന്നു. സോ ആ സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് വീഡിയോ മാത്രമേ എടുക്കാൻ കഴിഞ്ഞോളൂ. തനിക്കുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വിഷമമാക്കി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ ഇട്ടിരുന്നത്. സോ അത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഒരുപാട് പേര് പിന്നെയും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് താൻ അവിടെ വെച്ച് റിയാക്ട് ചെയ്യാഞ്ഞത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പിന്നെയും ചോദിക്കുന്നുണ്ടായിരുന്നു. അതേ രീതിയിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പോയതിന് ശേഷം പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്യുക, അതെന്താണ് കംപ്ലയിൻറ്റ് ചെയ്യാത്തതെന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരുന്നത്. ആ സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജെന്ന ഉണ്ടെങ്കിൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് താൻ റിയാക്ട് ചെയ്യാഞ്ഞത്. പിന്നെ ഒരുപാട് പേര് ഇതേണൊക്കെ പറയുന്നുണ്ട്, എന്തിനാണ് സോളോ ട്രാവലിംഗ് ചെയ്യുന്നത്, ഇങ്ങനെ വലിയ ഷോ കാണിക്കേണ്ട കാര്യമുണ്ടോ. അതേ സമയത്ത് ഒരുപാട് പേര് ഇതേണൊക്കെ പറയുന്നുണ്ട്, നീ പൈസയ്ക്ക് വേണ്ടി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇതേണത്തുള്ള കാര്യങ്ങൾ പറയുന്നതെന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലായി അവനുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്തുണ്ടെങ്കിൽ നമ്മൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്താൽ മനസ്സിലാവും. ആ പെൺകുട്ടി കൊണ്ടെങ്കിൽ അവിടെ വെച്ച് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ആരുമില്ല, അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനത്തെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അങ്ങനെ മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുക, അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്തതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്തായിരുന്നാലും അത് ഇനി കറക്റ്റായിട്ട് കേസ് കൊടുത്ത് അവന് തീർച്ചയായിട്ടും പിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ഇനിയുള്ള ബാക്കിയുള്ള വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വരാതെ നോക്കാൻ പറ്റുന്നതായിരിക്കും. അതല്ലാതെ ഇതേ കണക്ക് എന്തെങ്കിലും നടന്നാൽ അത് വിട്ടിട്ട് അത് ഇതേ കണക്ക് വീഡിയോ മാത്രം എടുക്കാതെ ഇതേ കണക്ക് പോയി കേസ് കൊടുക്കുന്നത് കുറച്ച് ബെനിഫിറ്റാണ്. കാരണം വേറെ ആർക്കും ഇതേ കണക്കുള്ള കാര്യങ്ങളൊന്നും നടക്കാനും പാടില്ല. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.